SSLC മൂല്യനിർണ്ണയം നടത്തിയ അധ്യാപകൻ മാർക്ക് കൂട്ടിയെഴുതിയപ്പോൾ സംഭവിച്ച പിഴവിൽ വിദ്യാർത്ഥിക്ക് നഷ്ടമായത് അർഹമായ A+ ആണ്. കണ്ണൂർ കടന്നപ്പള്ളി സ്കൂളിലെ ധ്യാൻ കൃഷ്ണയുടെ ബയോളജി ഉത്തരക്കടലാസിൽ മൂല്യനിർണ്ണയത്തിലാണ് ഗുരുതര പിഴവ് സംഭവിച്ചത്. 40-ൽ 40 കിട്ടേണ്ട ഉത്തരക്കടലാസിന്റെ പുനർമൂല്യനിർണ്ണയത്തിലാണ് അബദ്ധം കണ്ടെത്തിയത്. സ്കോർ ഷീറ്റിൽ 23-ഉം 17-ഉം കൂട്ടി 40 എന്ന് എഴുതേണ്ടിയിടത്ത് 30 എന്നാണ് അധ്യാപകൻ തെറ്റായി രേഖപ്പെടുത്തിയത്. ഇതോടെ ഒരു വിഷയത്തിൽ A+ നഷ്ടമായതോടെ മുഴുവൻ വിഷയങ്ങളിലും ഫുൾ A+ എന്ന നേട്ടവും പരീക്ഷാഫലം വന്ന സമയത്ത് ധ്യാൻ കൃഷ്ണയ്ക്ക് നഷ്ടമായി. 10ാം ക്ലാസ് പരീക്ഷാഫലം വന്നപ്പോൾ ധ്യാൻ കൃഷ്ണയ്ക്ക് 9 വിഷയങ്ങളിൽ A+ഉം ജീവശാസ്ത്രത്തിൽ A ഗ്രേഡുമാണ് ലഭിച്ചത്. ജീവശാസ്ത്രത്തിൽ A+ൽ കുറഞ്ഞ ഗ്രേഡ് ധ്യാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. എളുപ്പമായിരുന്ന ജീവശാസ്ത്ര പരീക്ഷയിൽ A+ ലഭിക്കുമെന്ന് തന്നെ ധ്യാൻ ഉറപ്പിച്ചിരുന്നു. എന്നാൽ ഫലം വന്നപ്പോൾ ജീവശാസ്ത്രത്തിന് മാത്രം A ആയി. ഇതോടെ A+ ലഭിച്ച ജീവശാസ്ത്രത്തിന്റെ ഉത്തരക്കടലാസ് പുനർമൂല്യനിർണ്ണയം ചെയ്യുന്നതിന് അപേക്ഷിച്ചു. ഇതോടൊപ്പം ജീവശാസ്ത്രത്തിന്റെ ഉത്തരക്കടലാസ് ലഭിക്കാനുള്ള അപേക്ഷയും നൽകി. രണ്ടിനും കൂടി 600 രൂപയാണ് ചെലവായത്. പുനർമൂല്യനിർണ്ണയത്തിന്റെ ഫലം വന്നപ്പോൾ ജീവശാസ്ത്രത്തിന് ലഭിച്ച A ഗ്രേഡ് A+ ആയി മാറി. ഉത്തരക്കടലാസ് കയ്യിൽ കിട്ടിയപ്പോഴാണ് ആദ്യ മൂല്യനിർണ്ണയത്തിൽ A+ ആയി മാറിപ്പോയതിന്റെ കാരണം വ്യക്തമായത്. ഉത്തരക്കടലാസിന്റെ സ്കോർ ഷീറ്റിൽ മാർക്ക് കൂട്ടിയെഴുതിയപ്പോൾ അധ്യാപകന് തെറ്റുപറ്റുകയായിരുന്നുവെന്ന ഒറ്റനോട്ടത്തിൽ തന്നെ വ്യക്തമായെന്ന് ധ്യാനിന്റെ അമ്മ പറയുന്നു. മൂല്യനിർണ്ണയം നടത്തുന്ന അധ്യാപകനെ കൂടാതെ ഒരു അസിസ്റ്റന്റ് ചീഫ് എക്സാമിനറും ഉത്തരക്കടലാസ് പരിശോധിക്കാറുണ്ട്. അസിസ്റ്റന്റ് ചീഫ് എക്സാമിനറുടെ പരിശോധനയിലും ഈ ഗുരുതര പിഴവ് കണ്ടെത്തിയില്ല. സംഭവത്തിൽ പരാതി എത്തിയതിനാൽ അന്വേഷണം നടത്തിയ അധ്യാപകനെതിരെ നടപടി വന്നേക്കും. എന്തായാലും നഷ്ടമായ A+ വൈകിയാണെങ്കിലും തിരിച്ചു കിട്ടിയ ആശ്വാസത്തിലാണ് വിദ്യാർത്ഥിയും കുടുംബവും.